ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ വിശദീകരണവുമായി കോൺഗ്രസ് എം പി ശശി തരൂർ. താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് ശശി തരൂരിന്റെ വിശദീകരണം. ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെന്നും അയോഗ്യരാക്കാൻ കുറ്റം തെളിയണമെന്നും ശശി തരൂർ പറഞ്ഞു. ബില്ലിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ തെറ്റ് ചെയ്തവർ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശത്തിൽ ഒരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല. ബിൽ പഠിക്കാതെ ഞാൻ അതിനെ പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ മാധ്യമങ്ങൾ അവരുടെ പതിവ് രീതി തുടരുന്നുവെന്ന് ശശി തരൂർ എക്സിൽ കുറിച്ചു. NDTVയോട് സംസാരിക്കുന്നതിന് വീഡിയോയും താൻ പറഞ്ഞതെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തയുടെ ചിത്രവും അദ്ദേഹം ഇതിനോടൊപ്പം എക്സിൽ കുറിച്ചു. 30 ദിവസം ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരാൻ കഴിയുമോ എന്നായിരുന്നു ശശി തരൂർ നേരത്തെ ചോദിച്ചത്. അതൊരു സാമാന്യ യുക്തിയാണ്. അതിൽ തെറ്റൊന്നും കാണാൻ കഴിയില്ലെന്നും ശശി തരൂർ പ്രതികരിച്ചു. ബില്ലിനെതിരെ പ്രതിപക്ഷത്തു നിന്ന് വിമർശനം ശക്തമാകുന്നതിനിടെയായിരുന്നു ശശി തരൂരിന്റെ എതിർ ശബ്ദം. 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ 31-ാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമാകും. സ്വയം രാജിവെച്ചില്ലെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ മന്ത്രിമാരെ പുറത്താക്കാം. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് നടപ്പാക്കാനാകൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ബില്ലിനെ രൂക്ഷമായി എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തി. അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. ബില്ലിനെ എതിർക്കുന്നതായി വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ വ്യക്തമാക്കി. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കുന്ന ബില്ലാണിതെന്ന് കോൺഗ്രസ് പാർട്ടി എംപിമാർ പ്രതികരിച്ചു. ശിക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് ഒരാളെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നും കോൺഗ്രസ് ചോദിച്ചു. സംസ്ഥാനങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുകൾ വഴി തുറക്കുന്ന ബില്ലാണിതെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. പാർലമെന്ററിന്റെ അടുത്ത സമ്മേളനത്തിൽ JBC റിപ്പോർട്ട് സമർപ്പിക്കും. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ചേർന്നതാണ് JBCയുടെ നിർദ്ദേശങ്ങൾക്ക് ഉപദേശക സ്വഭാവമായതിനാൽ അവ പാലിക്കണമെന്ന നിബന്ധനയില്ല എന്നതും ബില്ലിന്റെ ഭാവിയെ നിശ്ചയിക്കും.